ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. BJP ഇന്ന് പാർലമെന്റിൽ പുതിയൊരു ബില്ല് അവതരിപ്പിക്കുകയാണ്. 5 വർഷമോ അതിൽ കൂടുതലോ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റകൃത്യം ആരോപിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ അതല്ലെങ്കിൽ മറ്റ് മന്ത്രിമാരെയോ ആരെയെങ്കിലും 30 ദിവസം വെറുതെ പിടിച്ച് ജയിലിലിട്ടാൽ അവരുടെ ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു പുതിയ ബില്ലാണ് ഇന്ന് അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇനി പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഏതെങ്കിലും കാരണവശാൽ കസ്റ്റഡിയിലായി കഴിഞ്ഞാൽ പുറത്തിറങ്ങി വീണ്ടും അതേ കസേരയിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതുന്നത് വെറുതെയാണ്. അതിനുള്ള പൂട്ടാണ് ഇപ്പോൾ BJP അവർ ഭരിക്കാത്ത സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്കിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ കസ്റ്റഡിയിലായാൽ പോലും അതേ കസേരയിലേക്ക് വീണ്ടും തിരിച്ചു കയറാനുള്ള ഒരു സീക്രട്ട് വാതിൽ കൂടി ഈ പായ്ക്കിൽ BJP ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇക്കാര്യം ഓർത്ത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർക്ക് ആഹ്ലാദിച്ച് കൈകൊട്ടി ചിരിക്കാവുന്നതുമാണ്. ഈ സുരക്ഷാ ഓപ്ഷൻ എന്നത് രാഷ്ട്രപതിക്കോ ഗവർണർക്കോ ഈ ജയിലിലുള്ള മന്ത്രിയെ വീണ്ടും തിരിച്ച് കസേരയിലേക്ക് കയറ്റാം എന്നുള്ളതാണ്. ഈ ജയിലിലാകുന്ന മന്ത്രിമാർ ഗവർണർ എന്ന് സുഖിപ്പിച്ചാൽ മതി, അവർ അല്ലാതെ കോടതിയിലൊന്നും പോവേണ്ടി വരില്ല. ഈ പണി വരുന്നത് സ്വാഭാവികമായും എങ്ങോട്ടാണെന്ന് എല്ലാവർക്കും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. BJPക്ക് ഭരണമില്ലാത്ത സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിക്കും അവിടുത്തെ മന്ത്രിമാർക്കും എതിരായി ഈ നിയമം നിസ്സാരമായി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു നിയമം പാസ്സാകുന്നതോടുകൂടി പിണറായിയും സ്റ്റാലിനുമൊക്കെ നന്നായിട്ടൊന്ന് കമ്പിയിൽ പിടിച്ചിരുന്നാൽ BJP കുഴിക്കുന്ന കട്ടലിൽ ചാടാതെ അവർക്ക് ഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയും. നടുവല്ലിൽ വീഴുകയുമില്ല. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരാളെ 30 ദിവസമല്ല 300 ദിവസം വരെ കസ്റ്റഡിയിൽ വെക്കാൻ വളരെ ഈസിയായ ഒരു കാര്യമാണ്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിക്കുക, അതല്ലെങ്കിൽ ED, CBI, NIA പോലുള്ള ഏതെങ്കിലും അന്വേഷണ സംഘങ്ങളെ കൊണ്ട് ഇവരെ ഒന്ന് പൊക്കിച്ചാൽ മതി, അല്ലെങ്കിൽ ഇവർക്കെതിരായിട്ടൊരു കേസെടുത്താൽ മതി. 30 ദിവസമല്ല 300 ദിവസം വേണമെങ്കിലും പിടിച്ച് അകത്തിടാൻ കഴിയും. ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന മന്ത്രിമാർക്കെതിരെ ഒരു വാറണ്ടോ അല്ലെങ്കിൽ കസ്റ്റഡിയോ വാങ്ങാൻ ഈ അന്വേഷണ സംഘങ്ങൾക്ക് വളരെ ഈസിയാണ്. കാരണം ഡൽഹിയിൽ ചാക്ക് കണക്കിന് കാശ് വീട്ടിൽ നിന്നും പിടിച്ച തരത്തിലുള്ള ചില ജഡ്ജിമാരെ കൊണ്ട് ഇവരുടെ കസ്റ്റഡി വാങ്ങിയാൽ ഈ മന്ത്രിപ്പണി പോയി കിട്ടുകയും ചെയ്യും, ഇവരുടെ ശല്യവും തീരും. ഇപ്പണി വരുന്നത് രാഹുൽ ഗാന്ധിക്കിട്ടാണെന്ന് എല്ലാവരും കരുതും. എന്നാൽ രാഹുലിന് ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. മന്ത്രിമാർക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണിത്. രാഹുൽ MP ആണല്ലോ. അഥവാ ഇനി രാഹുലിനെ 30 ദിവസം പിടിച്ചാൽ ജയിലിൽ ഇട്ടാൽ പോലും അദ്ദേഹത്തിന് MP സ്ഥാനം നഷ്ടപ്പെടില്ല. അത് 2 വർഷത്തിലധികം ജയിലിൽ കിടക്കേണ്ടി വരും. എങ്കിലുള്ള MP സ്ഥാനം നഷ്ടപ്പെടുത്തുള്ളൂ. ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടിട്ടും അയാൾ വീണ്ടും മുഖ്യമന്ത്രിയായി ആ സ്ഥാനത്തേക്ക് തിരിച്ചു വന്നത് കണ്ടിട്ടുള്ള നിരാശ കൊണ്ടാണ് അമിത്ഷാ ഇപ്പോൾ അതിനേക്കാൾ വലിയ ഒരു കെണിയുമായിട്ട് പാർലമെന്റിൽ എത്തിയിരിക്കുന്നത്. അതുപോലെ തമിഴ്നാട് മന്ത്രിയായിരുന്ന സെന്തിൽ ബാലാജിയും ജയിലിൽ നിന്നും രക്ഷപ്പെട്ടയാളാണ്. പിന്നീട് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് അയാളുടെ മന്ത്രിസ്ഥാനം തെറിച്ചത്. ഈ രാഹുൽ പൂണ്ട് വിളയാടുന്നത് കാരണം ബീഹാർ ഏതാണ്ടൊക്കെ കയ്യിൽ നിന്നും പോയ ഒരു ലക്ഷണമാണ് ഇപ്പോൾ BJPക്കുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ നിതീഷ് BJP സഖ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ബീഹാറിലെ തേജസ്വി യാദവിന്റെ നേതൃത്വത്തിലുള്ള RJD സഖ്യവുമായിട്ട് ഭരണം പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെ കൊടുക്കാനും അങ്ങനെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇമേജ് നശിപ്പിക്കാനുമൊക്കെ BJPക്ക് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഇത്തരം ഉഡായിപ്പ് നിയമങ്ങൾ പാസ്സാക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഒരു ശിക്ഷയും കൊടുക്കാതെ തന്നെ കേവലം 30 ദിവസം കൊണ്ട് ഏതൊരു മന്ത്രിമാരെയും അവരുടെ സ്ഥാനം തെറിപ്പിച്ചുകൊണ്ട് വീട്ടിലിരുത്താൻ കഴിയുന്ന ഒരു സൗകര്യവും ഈ ബില്ലിനുണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് രസം. ഇതൊരു നല്ല കാര്യമാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മന്ത്രിയാക്കിയ ഒരാളെ BJPക്ക് നിസാരമായിട്ട് എടുത്ത് ദൂരോട്ട് കളയാൻ കഴിയും. അപ്പോൾ ജനത്തിനിവിടെ യാതൊരു വാല്യൂ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള മന്ത്രിമാർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഒന്നും ബാധിക്കില്ല എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ സംശയിച്ചേക്കാം. അതിനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഗവർണർ. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു സീക്രട്ട് വാതിലുണ്ട് എന്നുള്ളത്. ഗവർണർക്ക് ഈ മന്ത്രിമാരെ തിരിച്ചെടുക്കാൻ കഴിയും. ഇന്ത്യ BJP ഭരിക്കുന്നത് കൊണ്ട് BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ പോലും ഇപ്പോൾ BJP അനുഭാവമുള്ള ഗവർണർമാരാണ് ഇരിക്കുന്നത്. ഇതിലൂടെ സംഭവിക്കുന്നത് കേരളം, തമിഴ്നാട് ഉള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിക്കോ അതല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഒന്നും അവരുടെ സീറ്റുകളിൽ ഉറച്ചിരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.